ഒരിക്കലും സ്വന്തം മനസ്സിനെ മുഴുവനായി മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കരുത്. ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത്. പലപ്പോഴും ആഴത്തിലുള്ള മുറിവുകൾ ശത്രുക്കളാകില്ല നമുക്ക് നൽകുന്നത്, മറിച്ച് പല ബന്ധങ്ങളും ആവശ്യമുള്ളിടത്തോളം മാത്രമേ ശക്തമായി തോന്നുകയുള്ളൂ. ആ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വിളികൾ കുറയും. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാത്രമായിരിക്കും നിങ്ങളുടെ കൂടെ നിന്നത്. അന്ന് വരെ ഒപ്പം നടന്ന ചിലർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. ചില ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കില്ല, ആവശ്യത്തിൻ്റെ പേരിലായിരുന്നു എന്ന സത്യം നിങ്ങൾ വേദനയോടെ തിരിച്ചറിയും. അതെ, വിശ്വസിക്കൂ. പക്ഷേ സ്വന്തം സമാധാനം ഒരിക്കലും മറ്റൊരാളുടെ കരങ്ങളിൽ കൊടുത്തിട്ട് ആകരുത്. ഒരിക്കലും സ്വന്തം മനസ്സിനെ മുഴുവനായി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ടെന്ന് നമ്മളുടെ ജീവിത അനുഭവങ്ങൾ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുക തന്നെ ചെയ്യും. കൂടെ നിന്ന് വിശ്വസിച്ച് കൂടെ കൂട്ടി നിർത്തുന്ന അവർ തന്നെയായിരിക്കും നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ട്, ആഴത്തിലുള്ള മനസ്സിന് മുറിവേൽപ്പിച്ചുകൊണ്ട്, നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് പല തരത്തിലുള്ള അനുഭവങ്ങളുമായി നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ആവശ്യത്തിൻ്റെ പേരിൽ കൂടെ കൂട്ടുകയും പിന്നീട് ആ ആവശ്യത്തിൻ്റെ പേരിൽ കൂടെ നിർത്തിയതിൻ്റെ പേരിൽ വിശ്വസിക്കുകയും പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളുടെ കൂടെ തന്നെ, അത് പുറത്തുള്ളവരായിരിക്കില്ല. പലപ്പോഴും ആഴത്തിലുള്ള മുറിവുകൾ നമ്മളിലേക്ക് പകർന്നു നൽകുന്നതും നമ്മൾ കൂടെ കൂട്ടുന്നവർ തന്നെയായിരിക്കും. പല ബന്ധങ്ങളും ആവശ്യമുള്ളിടത്തോളം കാലം മാത്രമേ, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വിളികൾ കുറയും, സന്ദേശങ്ങൾ കുറയും. അന്ന് വരെ ഒപ്പം നിന്ന നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുന്നതായിട്ട് ചില ബന്ധങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിനേൽക്കുന്ന ആ ഒരു ആഘാതം അത് നിങ്ങൾ മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. മറിച്ച് നിങ്ങളൊപ്പം കൂടിയവരോ, നിങ്ങളോടൊപ്പം ചേർന്നവരോ, ജീവിതയാത്രയിൽ എല്ലാമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചവരോ, അവർ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു മനോവിഷമം എന്തെന്ന് തിരിച്ചറിയാതെ സ്വന്തം വഴി പടുത്തുയർത്തുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, എത്ര ഹൃദയഭേദകമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒപ്പം കൂടും. അതായത് നാം പറഞ്ഞു കേട്ടിട്ടുള്ള ചില ഒരു ആപ്തവാക്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മക്കളെ കണ്ടും മാമ്പും കണ്ടും നാം ഒന്നും മനസ്സിൽ കണക്ക് കൂട്ടരുത് എന്നുള്ളത്. നാം എല്ലാ കാലവും നമ്മളോടൊപ്പം എല്ലാത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചിലരായിരിക്കും നമ്മളിൽ നിന്നും നാം പോലും അറിയാതെ വഴിമാറി സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള പല ബന്ധങ്ങളും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൂടെയുണ്ടാവൂ. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വിളികൾ ഉണ്ടാവില്ല. വിളികളുടെ എണ്ണം കുറയും. അല്ലെങ്കിൽ 2 നേരവും വിളിക്കും. ആവശ്യമെത്തി കയ്യിൽ കിട്ടുന്നവരെ ആ 2 നേരവും 3 നേരവും 4 നേരവും എന്നുള്ള രീതിയിലുള്ള വിളികളുടെ എണ്ണം തന്നെ കുറയും. അതെ, വിശ്വസിക്കൂ. പക്ഷേ സ്വന്തം സമാധാനം ഒരിക്കലും ഒരാളുടെ കൈകളിൽ കൊടുത്ത് ആകരുത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ.